വെൽക്കം ബാക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ ദിനം തുടരുകയാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി ഈ മണിക്കൂറിൽ കടക്കാൻ പോകുന്നത്. പ്രേക്ഷകർക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ആ ഒരു വലിയ അപകടം അതിൽ ഒരിക്കലും മായാത്ത നോവായി നമ്മുടെ എല്ലാം മനസ്സിൽ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു അവശേഷിക്കുമെന്നുള്ളതാണ്. വലിയ പ്രതിഷേധം, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമ്മൾ കണ്ടു. ഇന്നും ആ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും എന്നതാണ് സാഹചര്യം. അതുൾപ്പെടെയുള്ള ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. പ്രേക്ഷകർക്കറിയാം, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നിപ്പ ഭീതിയിലാണ് സംസ്ഥാനമുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ അപ്ഡേറ്റ്സുകൾ വരാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം ന്യൂസ് 18ന്റെ ചില സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുണ്ട്. നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം. ആദ്യം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി സന്ദർശിച്ചേക്കും. ധനസഹായം സംബന്ധിച്ച കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. വീണ ജോർജിനെതിരായ പ്രതിഷേധം ഇന്നും തുടരും. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തിരിച്ചു. യാത്ര ദുബായ് വഴി. 10 ദിവസം ഹൂസ്റ്റണിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ. പകരം ചുമതല ആർക്കും നൽകാതെ യാത്ര. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഹൈക്കോടതി. ജസ്റ്റിസ് എൻ നഗരേഷിനായി പാലാരിവട്ടത്തെ സ്റ്റുഡിയോയിൽ ഇന്ന് പ്രത്യേക പ്രദർശനം. ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കും. കോടതിയിൽ പ്രതീക്ഷ വെച്ച് അണിയറ പ്രവർത്തകർ. നിപ ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറത്തെ 20 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേർ. പുനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. തിരുവനന്തപുരത്ത് വിദേശ വനിതയുടെ ആഡംബര വീടും വസ്തുവും തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സംശയം. വ്യാജരേഖകൾ നിർമ്മിച്ചവരെ കണ്ടെത്താൻ പരിശോധന. കൂടുതൽ പേർ പിടിയിലാകുമെന്ന് പോലീസ്. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മേൽക്കൈ. 1-ാം ഇന്നിംഗ്സിൽ 180 റൺസ് ലീഡ്. 4-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുമ്പോൾ വിക്കറ്റിന് 64 റൺസ് എന്ന നിലയിൽ. വിശദമായി നമ്മൾ കടക്കുകയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക്. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെയും ഒരു ഫോക്കസ് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ എല്ലാം മനസ്സിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നോവായി എന്നും ബിന്ദു അവശേഷിക്കും. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനിടയിൽ എപ്പോഴും ഒരു കളങ്കമായി ഈ വിഷയം അവശേഷിക്കും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വലിയ പ്രതിഷേധമാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ കണ്ടത്. കേരളത്തിലുടനീളം, സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നു. ഇന്നും സമാനമായ രീതിയിൽ വിവിധ സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കും എന്നത് തന്നെയാണ് സാഹചര്യം. നമുക്ക് വിശദമായി നോക്കാം ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ചതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തും. മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും KSUവിന്റെയും തീരുമാനം. പ്രതിഷേധം കണക്കിലെടുത്ത് മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മന്ത്രിസഭാ യോഗം ധനസഹായം സംബന്ധിച്ച തീരുമാനമെടുക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും. ജി ശ്രീജിത്തും ഡാൻ കുര്യനുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ജി ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ നമുക്കറിയാം, ഇപ്പോഴും മന്ത്രിമാരെ ന്യായീകരിക്കുന്ന, അവരുടെ വിവാദപരമായ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് CPMന്റെ അടക്കം പ്രതികരണം ഈ ഏറ്റവും അവസാനവും വന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ കടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ മന്ത്രിമാർ തുടക്കം മുതലേ ആ കുടുംബവുമായി ബന്ധപ്പെട്ടില്ല, അവർക്ക് വേണ്ടി ഒരു ആശ്വാസവാക്ക് പറഞ്ഞില്ല എന്ന വലിയ പരിഭവം ആ കുടുംബത്തിനും ഉണ്ടായിരുന്നു. അത് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ തന്നെ മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ച കാര്യവുമാണ്.
അപ്പോൾ ഇന്നലെ വൈകിട്ട് മന്ത്രി വി.എൻ. വാസവൻ അവിടേക്ക് എത്തി അടിയന്തര ധനസഹായം എന്ന നിലയിൽ ഒരു തുക കൈമാറുകയും ചെയ്തു. ഇന്ന് ആരോഗ്യമന്ത്രി അവിടേക്ക് എത്തുകയാണ്. കുടുംബത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ, ഒരാശ്വാസം ഉണ്ടാകും. പക്ഷേ പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻപിലടക്കം വലിയ രീതിയിൽ തുടരുകയും ചെയ്യാനുള്ള സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത്? തീർച്ചയായും പ്രതിഷേധം തുടരും ആര്യ, ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യമന്ത്രി ഇന്നലെയാണ് ഈ മന്ത്രി വി.എൻ. വാസവൻ എത്തുന്നതിന് മുന്നോടിയായാണ് മന്ത്രി ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ വിളിക്കുന്നത്. വൈകാതെ എത്താം എന്ന അറിയിപ്പാണ് നൽകിയത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ, ഇന്ന് തന്നെ എത്തും എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത മന്ത്രിസഭായോഗം 11-ാം തീയതി ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത, തീരുമാനമുണ്ടാക്കാം എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ ഇന്നലെ കുടുംബത്തിന് നൽകിയ ഉറപ്പ്. എന്തായാലും നഷ്ടപരിഹാരം എത്ര എന്നത് മന്ത്രിസഭായോഗം തീരുമാനിക്കും. ഒരു കാര്യമുള്ളത്, 25 ലക്ഷം രൂപ നൽകണം എന്നൊക്കെയുള്ളതാണ് പ്രതിപക്ഷ MLA-മാരും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു സർക്കാർ സ്ഥാപനത്തിനുള്ളിൽ നടന്ന അനാസ്ഥയുടെ ഇരയായി മാറിയതാണ് ബിന്ദു. ആ നിലയിലുള്ള പരിഗണന വേണം. ഒപ്പം തന്നെ കുടുംബത്തിന്, ഈ മകന് ജോലി എന്ന ആവശ്യം ശക്തമാണ്. മകൻ ബിടെക് കഴിഞ്ഞ എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞ് ഒരു ട്രെയിനിങ്ങിനായി നിൽക്കുന്ന ഒരു സമയമാണുള്ളത്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജോലി മാത്രമാണ് ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് ഈ അപകടത്തെക്കുറിച്ചും ഈ കുടുംബത്തിന്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടല്ല, അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരും. അത് കേവലം കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധമല്ല, അത് സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത്. കോട്ടയത്ത് ഇനി പ്രതിഷേധം ഒരുപക്ഷെ തിങ്കളാഴ്ച കളക്ടറേറ്റ് മാർച്ചും മറ്റും UDF സംഘടനകൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 7-ാം തീയതി തന്നെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ ഇനി തുടർച്ചയായി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ മന്ത്രി വീണ ജോർജിന് ഉൾപ്പെടെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതായത് ഇനി ഇതുവരെ മന്ത്രിമാർ സ്വയം ന്യായീകരിച്ചതിനപ്പുറത്തേക്ക് പാർട്ടി ന്യായീകരണവും മറ്റു മന്ത്രിമാരുടെ ന്യായീകരണവും ഒക്കെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ആളിക്കത്തും. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. എത്ര നാൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നേരിടേണ്ടി വരും, എത്ര സഹിക്കേണ്ടി വരും, എത്ര സഹിക്കാൻ തയ്യാറാണ് എന്നൊക്കെയുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇതിലൊരു ഈ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഈ ആംബുലൻസിന്റെ മുന്നിൽ തടഞ്ഞത് അത് മൃതദേഹത്തോടുള്ള അനാദരവാണെന്നാണ് മന്ത്രി വി.എൻ. വാസവൻ ഇന്നലെ ചാണ്ടിയുമ്മനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ചാണ്ടിയുമ്മനെതിരെ കേസെടുത്തതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ഇന്നലെ കോട്ടയത്ത് തന്നെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ഈ ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്താനുള്ള സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും തുടരും. ഈ കളക്ടറുടെ അന്വേഷണം തുടരുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ അവിടെ എത്തി പ്രാഥമികമായി സൂപ്രണ്ടിനെയും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെയും ഒക്കെ മുൻനിർത്തി തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കളക്ടറും സർക്കാരും എല്ലാവരും വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഇനി കളക്ടറുടെ റിപ്പോർട്ട് ഇതിനെല്ലാം കീഴിലുള്ള അതെ ശ്രീജിത്ത്, അതൊരു നിർണായകമായ കാര്യമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതായത് നിരന്തരം ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ആവർത്തിച്ച് പറയുന്നു തങ്ങളുടെ ഭാഗത്ത്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത്, അവിടുത്തെ സൂപ്രണ്ടിന്റെ ഭാഗത്തൊന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ആരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന തരത്തിലായിരിക്കാം കളക്ടറുടെ ഈ അന്വേഷണ റിപ്പോർട്ട് വരാൻ പോകുന്നത് എന്ന ആകാംക്ഷ അവിടെ അവശേഷിക്കുകയാണല്ലേ? തീർച്ചയായും ആര്യ, പ്രത്യേകിച്ച് വീഴ്ചയില്ല എന്ന് സർക്കാരും മന്ത്രിമാരും എല്ലാം ആവർത്തിച്ച് പറയുമ്പോൾ അതിന് താഴെയുള്ള ജില്ലാ കളക്ടർ എന്ന ഉദ്യോഗസ്ഥൻ ഒരു വീഴ്ചയുണ്ട് എന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കുമോ എന്ന സംശയം ബാക്കിയാണ്. എന്തായാലും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ആരോപണ ശരങ്ങളൊക്കെ നിൽക്കുന്ന, സംശയങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഈ ബിന്ദുവിന്റെ മരണം അത് ഈ രക്ഷാപ്രവർത്തനം വൈകിയത് മൂലമല്ല ഉണ്ടായത് എന്ന് ഇന്നലെ മന്ത്രി വി.എൻ. വാസവൻ വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഈ വീണുടൻ തന്നെ മരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മന്ത്രി വി.എൻ. വാസവൻ വിശദീകരിച്ചത്.
അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവ സ്ഥലത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനം നേരത്തെ നടന്നാൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. സംഭവം നടന്ന ഉടൻ തന്നെ തലച്ചോറ് ഉൾപ്പെടെ പൊട്ടി, തലയോട്ടിയും തലച്ചോറും എല്ലാം പൊട്ടിയാണ് മരണമുണ്ടായത്. അങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്. അങ്ങനെ ഓരോ വിഷയത്തിലും CPM അല്ലെങ്കിൽ സർക്കാർ അതിൻ്റെതായ ന്യായീകരണങ്ങൾ നിരത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു ചെറിയ ഉദ്യോഗസ്ഥർക്കെതിരെ മറ്റോ വല്ലോ ചെറിയ വാർഡിന്റെ ചുമതലക്കാർക്കെതിരെയൊക്കെ ഒരു വീഴ്ച വരുത്തി എന്നുള്ള റിപ്പോർട്ടിലേക്ക് അവസാനിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ജില്ലാ കളക്ടർക്കടക്കം ഉത്തരവാദിത്തമുണ്ട് ഈ അപകടത്തിൽ എന്നാണ് പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നത്. കാരണം ഇതിന്റെ ഈ ആശുപത്രി വികസന സമിതിയുടെ എല്ലാം അധ്യക്ഷൻ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള സ്ഥലത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹം തന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന ചോദ്യമാണ്. പക്ഷേ കളക്ടർ ഒരു മോശം ഉദ്യോഗസ്ഥനല്ല, കളക്ടർ അന്വേഷിച്ചാൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യമാണ് സർക്കാർ ചോദിക്കുന്നത്. എന്തായാലും അന്വേഷണങ്ങൾ കാര്യമായി എത്രത്തോളം ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് എത്തുമെന്ന സംശയം ബാക്കിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇതിൽ ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രീയ വിവാദവും കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയാണ്. ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം എന്നുള്ളത്, അത് ധനസഹായം സ്വാഭാവികമായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ തുക എത്ര എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും, 2 മക്കളെയും വളരെ ചെറിയ ശമ്പളത്തിന് ജോലിയെടുത്ത് കടം വാങ്ങി, ലോൺ എടുത്ത് കടം വാങ്ങിയാണ് ഉന്നത വിദ്യാഭ്യാസങ്ങൾ നൽകിയത്. ഒരാൾ ബിടെക്കും ഒരാൾ BSc നഴ്സിംഗും. മകൾ BSc നഴ്സിംഗ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. അതിനിടെയാണ് ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇന്നലെയും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് കിടക്കപ്പായയിലാണ് ആ മകൾ ഉള്ളത്. അവിടെ എത്തിയാണ് മന്ത്രിമാർ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏതെങ്കിലും ഒരു വാക്കെടുത്ത് സംസാരിക്കാൻ പോലും ആ കുട്ടി തയ്യാറായിട്ടില്ല. അത്രയധികം തകർന്ന് തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമ്മ ആശുപത്രിയിൽ കഴിയുകയും ഒക്കെ ചെയ്തത്. തനിക്ക് വേണ്ടി വന്നൊരമ്മയുടെ അവസ്ഥ ഇങ്ങനായി എന്നുള്ള വേദനയാണ്. ആ മകൻ്റെ വേദന, പൊട്ടിക്കരയുന്ന മകൻ്റെ വേദനയും കേരളം കണ്ടതാണ്. ഇതിനി സർക്കാർ എങ്ങനെ കാണും? എങ്ങനെയായിരിക്കും അതിനൊരു പ്രതിവിധി ഉണ്ടാകുക? ഒരു താൽക്കാലിക ജോലിയിൽ അവസാനിക്കുമോ ഒരു ബിടെക്കുകാരന് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. തീർച്ചയായും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ് ഇനി സർക്കാരിന് ചെയ്യാൻ ബാക്കിയുള്ളത്. അതിൽ അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുമ്പോൾ 25 ലക്ഷം രൂപ നൽകണമെന്നും മകന് ഒരു സ്ഥിരം സർക്കാർ ജോലി നൽകണമെന്നുമുള്ള ആവശ്യമൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഏത് തരത്തിലൊക്കെ സർക്കാർ നോക്കിക്കണ്ട് കൈകാര്യം ചെയ്യും, പരിഗണിക്കും എന്നത് നമുക്ക് ഈ ആഴ്ച തന്നെ അറിയാൻ സാധിക്കും. ആ പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇനിയുള്ള മുന്നോട്ടുള്ള പ്രതിഷേധത്തിന്റെ ശക്തി വർദ്ധിക്കുക എന്നതാണ്. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, നമുക്കറിയാം ന്യായീകരിക്കാവുന്ന എല്ലാ തരത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാർ ന്യായീകരിച്ചു വെച്ചു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തേക്ക് എത്തി സംസാരിച്ചതും അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന തരത്തിലായിരുന്നു. ഇത് പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കുകയല്ല ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എത്രയോ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് തലസ്ഥാനത്തെ പ്രത്യേകിച്ച് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ കണ്ടത്. അപ്പോൾ ഇന്നും സമാനമായ രീതിയിൽ പ്രതിഷേധം തുടരുകയല്ലേ ചെയ്യുകയുള്ളൂ? തലസ്ഥാനത്ത് ഏതൊക്കെ സംഘടനകൾ പ്രതിഷേധ മുഖത്ത് ഇന്നുണ്ടാകും? വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തുടങ്ങിയതല്ല. അത് നേരത്തെ മുതൽ തന്നെ സമാനമായ തരത്തിൽ ആരോഗ്യരംഗത്ത് വലിയ തരത്തിലുള്ള വീഴ്ചകൾ നിലനിൽക്കുന്നു. അതിന്റെ കാരണക്കാരി വീണ ജോർജാണ്. അതുകൊണ്ട് അവർ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ഏറെ നാളായി പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ ഹാരിസ് തറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച വലിയ വാർത്തകൾക്കുമൊക്കെ വഴിവെച്ചത്. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ ദൌർഭാഗ്യകരമായ ഒരു സംഭവം, അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലടക്കം ചില പരാമർശങ്ങൾ നടത്തിയതിൽ മന്ത്രിക്ക് പിഴവ് സംഭവിച്ചു എന്നതൊഴിച്ചാൽ, അതായത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ അത് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതികരണമാണ്. അവിടെ ഒരിക്കലും അതൊരു മന്ത്രിക്ക് ബോധപൂർവമായി സംഭവിച്ച ഒരു പിഴവല്ല. 2 മന്ത്രിമാർ അവിടെ എത്തിയിരുന്നു. അവർക്ക് 2 പേർക്ക് ബോധപൂർവമായ ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല. അവർക്ക് വിവരം കൈമാറിയ ഉദ്യോഗസ്ഥന് സംഭവിച്ച വീഴ്ചയാണ്
പോലെയാണ് അത്തരത്തിൽ ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട പരാമർശങ്ങൾ നടത്തേണ്ടി വന്നതെന്നൊരു വിലയിരുത്തലാണ് CPM. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും പ്രത്യക്ഷമായി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് CPM കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കനത്ത പ്രതിഷേധങ്ങൾക്കിടയിലും പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ആരോഗ്യമന്ത്രിക്ക് നൽകുക, മന്ത്രിസഭയുടെ പൂർണ്ണമായ പിന്തുണ മന്ത്രി വീണ ജോർജിന് നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇതിനൊരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കാനുള്ളൊരു തീരുമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ തന്നെ വഴുതക്കാടുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ തുടങ്ങിവെച്ച പ്രതിഷേധം ഇന്നും അങ്ങനെ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ മാർച്ച് വഴുതക്കാടുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് നടക്കുക. ഇന്നലെയും ഷെഡ്യൂൾ ചെയ്യാതെയാണ്, അതായത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ, ഏതാനും പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന്റെ അനക്സ് 2-ലുള്ള മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അവിടെ അവരെ പോലീസ് തടഞ്ഞതുകൊണ്ടാണ് അവർ അകത്തേക്ക് ചാടിക്കയറാതിരുന്നത്. വലിയ ബലപ്രയോഗത്തിനൊക്കെ വഴിവെച്ചിരുന്നു. വരും ദിവസങ്ങളും ഈ പ്രതിഷേധം ഇങ്ങനെ തുടരും. മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികളിലും പോകുന്ന വഴികളിലുമൊക്കെ സമാനമായ തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതീവ സുരക്ഷ വീണ ജോർജിന്റെ യാത്രകൾക്ക് പോലീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇതേ സുരക്ഷയിലാണ് വീണ ജോർജ് ഓഫീസിൽ നിന്ന് വസതിയിലേക്ക് വൈകിട്ട് യാത്ര തിരിച്ചത്. അതായത് ഒരുപക്ഷെ അവരുടെ പൊതുപരിപാടികൾ റദ്ദാക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേക്കുമെന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പോലീസും കണക്ക് കൂട്ടുന്നത്. അത്തരത്തിലുള്ള സുരക്ഷ മന്ത്രി വീണ ജോർജിന് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ കാര്യമാക്കാതെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായ വീണ ജോർജിന്റെ തീരുമാനം. അപ്പോൾ ഡാൻ, അതാണ് അപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും വില കൽപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ രാജി എന്നുള്ള ഒരു ആവശ്യം അതൊരിക്കലും പരിഗണിക്കപ്പെടുക പോലുമില്ല, ചർച്ചയാവുക പോലുമില്ല എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ ഭാവി എന്താണ്? അനിശ്ചിതമായി ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? എന്താണ് അവർ ആലോചിക്കുന്നത്? സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ, മന്ത്രി വീണ ജോർജ് കൂടി ഈ വീട്ടിലെത്തി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആ ദുഃഖത്തിന്റെ ഭാഗമായി, അതോടൊപ്പം ഈ കുടുംബത്തിന് അടിയന്തരമായ ധനസഹായം വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തുമ്പോൾ കുടുംബത്തിന്റെ ഒരു പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന തീരുമാനത്തിലേക്കാണ്, നിഗമനത്തിലേക്കാണ് സർക്കാർ എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം അങ്ങനെ മാത്രമേ ഈ പ്രശ്നത്തിന് നിലവിൽ ഒരു പ്രതിരോധം തീർക്കാൻ സർക്കാരിന് കഴിയുകയുള്ളൂ. അങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം. കാരണം വലിയ പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധം, അത് കോട്ടയത്തോ തിരുവനന്തപുരത്തോ മാത്രം ഒതുങ്ങുന്നതല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിന്റെ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രതിഷേധങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം ആയിരിക്കും CPMന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അതിനെ ഈ കുടുംബം ഏത് തരത്തിലായിരിക്കും മന്ത്രി വീണ ജോർജ് ഈ വീട്ടിലെത്തുമ്പോൾ ഈ വിഷയം കൊണ്ട് പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്ത ആരും വീഴ്ച ആരുടെ ഭാഗത്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് ആരുടെ വീഴ്ചയാണ് എന്നൊരു ചോദ്യം അവശേഷിക്കും. ആ ചോദ്യത്തിന് ജില്ലാ ഭരണകൂടം നൽകുന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിലെ തുടർ പ്രതിഷേധങ്ങളും തുടർ നീക്കങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഡാൻ കുര്യനും ജി ശ്രീജിത്തുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇന്നത്തെ ഈ ദിവസവും സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കും എന്നതാണ് സാഹചര്യം. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഒരു വലിയ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ്. തിരുവനന്തപുരം ജവഹർ നഗറിൽ 1.5 കോടി വില വരുന്ന വീടും വസ്തുവും വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അറസ്റ്റിലായ 2 പേർക്ക് പുറമെ രേഖകൾ വ്യാജമായി നിർമ്മിച്ചവരെ കണ്ടെത്താൻ പരിശോധന തുടരുകയാണെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. വിദേശ വനിതയുടെ പേരിലുള്ള ആഡംബര വസതിയാണ് വ്യാജരേഖകൾ ചമച്ച് ഒരു സംഘം തട്ടിയെടുത്തത്. തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര വസതിയും സ്ഥലവുമാണ്
പ്രതികൾ വ്യാജരേഖകൾ ചമച്ച് കൈക്കലാക്കിയത്. ഡോറയുടെ പേരിലുള്ള വീട് ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കഴിഞ്ഞ ജനുവരിയിൽ മെറിൻ ജേക്കബ് എന്ന പുനലൂർ സ്വദേശിനിക്ക് ഇഷ്ടദാനം നൽകിയതായി വ്യാജരേഖയുണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ ജേക്കബ് എന്ന് വരുത്തി തീർത്താണ് വസ്തുവിൻ്റെ പ്രമാണം നടത്തിയത്. വ്യാജരേഖ നിർമ്മിച്ച് വസ്തു സ്വന്തം പേരിലാക്കിയ യുവതി തൊട്ടടുത്ത് തന്നെ ചന്ദ്രസേനൻ എന്നയാൾക്ക് 1.5 കോടി രൂപയ്ക്ക് വിലയാധാരം എഴുതി വിൽക്കുകയായിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ മരുതൂർ സ്വദേശിനിയായ വസന്തയെ ഉപയോഗിച്ചാണ് വ്യാജ ആധാർ കാർഡും പ്രമാണവും മറ്റ് രേഖകളും തട്ടിപ്പ് സംഘം നിർമ്മിച്ചത്. ഭൂമിയുടെ രജിസ്ട്രേഷനുള്ള തുക ഡോറയുടെ പേരിൽ വ്യാജമായി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചായിരുന്നു ഇടപാട്. ഡോറയുടെ നിർദ്ദേശപ്രകാരം വീടിൻ്റെ കരമടയ്ക്കാൻ സുഹൃത്ത് വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഭൂമിയുടെ കൈമാറ്റം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മ്യൂസിയം പോലീസിന് ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തവെയാണ് വ്യാജ പ്രമാണവും വ്യാജ ആധാർ കാർഡും കണ്ടെത്തിയത്. രജിസ്ട്രാർ ഓഫീസിലെ റെക്കോർഡ് വിശദമായി പരിശോധിച്ച് അതിലെ വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ച് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പ്രതികളിലേക്ക് എത്തിയത്. സംഘം മറ്റേതെങ്കിലും ഭൂമി സമാനമായ തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് തട്ടിയെടുത്തിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നായിക കഥാപാത്രത്തിന് നൽകിയ ഒരു പേരിനെ ചൊല്ലി പ്രദർശനാനുമതി വരെ നിഷേധിക്കപ്പെട്ട ഒരു സിനിമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ഹൈക്കോടതി ഇന്ന് ചിത്രം കാണും എന്നതാണ് നിർണായക ഘട്ടം. രാവിലെ 10 മണിക്ക് പാലാരിവട്ടം ലാൽ മീഡിയയിലാണ് കക്ഷികൾക്കൊപ്പം ജസ്റ്റിസ് N നഗരേഷ് ഈ സിനിമ കാണുക. സിനിമ കണ്ടതിന് ശേഷം ഹർജികൾ അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കോടതി നേരിട്ട് ഈ സിനിമ കാണുകയാണ്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ അണിയറ പ്രവർത്തകർക്കുണ്ടല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു സിനിമ കാണാൻ ഹൈക്കോടതി ഒരു ബെഞ്ച് തയ്യാറാകുന്നു എന്ന രീതിയിലേക്ക് വരെ ഒരു കാര്യങ്ങൾ എത്തുകയാണ്. ഇത് തീർത്തും അസാധാരണമായ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ വിവാദം അത്രമേൽ അത് വലുതായിരിക്കുകയാണ്. ഒരു സിനിമയ്ക്ക് നൽകിയ പേരിനെ ചൊല്ലിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും കോടതിയിൽ വലിയ തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നത്. തങ്ങളുടെ നിലപാടിൽ സെൻസർ ബോർഡ് എല്ലാം തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പല ഘട്ടത്തിലും കോടതി ചോദിച്ചു, ഒരു സിനിമയുടെ പേരിൽ അതിൽ എന്താണ് കാര്യം, ഇത്ര കണ്ട ഈ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ എന്താണ് കാര്യമെന്ന് പറയുമ്പോൾ അത് മതപരമായ ചില കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം ചെയ്തു. കോടതി നമുക്കറിയാം പലതവണ കോടതി ചോദിക്കുകയും ചെയ്തു, ഒരു പേരിൽ എന്താണ് ഇത്രമാത്രം പറയാനുള്ളത്, അങ്ങനെ പേര് അങ്ങനെയെങ്കിലും മറ്റാർക്കും നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ഇതിനു മുൻപും ഈ സമാനമായ രീതിയിൽ ദൈവങ്ങളുടെ പേരുകളും എല്ലാം തന്നെ ആ സിനിമകളിൽ വന്നിട്ടുണ്ട്, അത് ടൈറ്റിലായി വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സെൻസർ ബോർഡ് ഇതുവരെയും ആ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂയിങ് കമ്മിറ്റിയും ഈ സിനിമ വീണ്ടും കാണുകയും ആ രീതിയിലേക്ക് അവരുടെ നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയും എല്ലാം ചെയ്തു. അനുമതി നൽകാത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് കോടതിയിൽ വീണ്ടും ഇത്തരം വാദങ്ങളിലേക്ക് വന്നത്. ഏതായാലും അവരെ കമ്മിറ്റി റിപ്പോർട്ടും ഹാജരാക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ഏതായാലും വളരെ സുപ്രധാനമായി ഈ ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ഇത് സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. അങ്ങനെ കാണണമെന്ന് അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതി അത് നിരസിച്ചതാണ്. പക്ഷേ ഇതിൽ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ഈ സെൻസർ ബോർഡിൻ്റെയും റിവ്യൂയിങ് കമ്മിറ്റിയുടെയും എല്ലാം തന്നെ തുടർച്ചകൾ ഉണ്ടായപ്പോൾ തന്നെയാണ് ഈ അണിയറ പ്രവർത്തകരെ ആവശ്യം മാനിച്ചുകൊണ്ട് എന്നാൽ സിനിമ കണ്ട ഇതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്, ഈ കാര്യങ്ങളിൽ എന്ത് പരാമർശങ്ങളാണ് വരുത്തിയിട്ടുള്ളത്, ഇവരുടെ പരാമർശങ്ങൾ ഈ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത് എന്നത് പരിശോധിക്കാൻ ഹൈക്കോടതി നേരിട്ട് തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചലച്ചിത്രം കാണുന്നത്. രാവിലെ 10 മണിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അധ്യക്ഷനായ ജസ്റ്റിസ് നഗരേഷ് അവിടേക്ക് എത്തും. മറ്റ് സിനിമയുടെ സാങ്കേതിക അണിയറ പ്രവർത്തകരും അവിടെ ഉണ്ടാകും. എന്തായാലും അത് വിശദമായി പരിശോധിച്ച ശേഷം ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം ചൊവ്വാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീർപ്പുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു സിനിമ കണ്ട ഒരു തീരുമാനമെടുക്കുക എന്ന രീതിയിലേക്ക് പേര്
പേരിനെ ചൊല്ലി അത്തരം വിവാദങ്ങളിലേക്ക് നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല. ഏതായാലും ഇന്ന് അത് ഉണ്ടാകുന്നു. ഹൈക്കോടതി നേരിട്ട് ഇത് പരിശോധിക്കാൻ, സിനിമ കാണാൻ കോടതി സിംഗിൾ ബെഞ്ച് തയ്യാറാകുന്നു എന്നതാണ് ആര്യ. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തി അതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന തരത്തിലേക്ക് പോലും ഈ വിവാദങ്ങൾ ചെന്നെത്തി അല്ലെങ്കിൽ ചെന്നെത്തിച്ചു എന്നതാണ് സാഹചര്യം. വാൻഹായ് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഇന്ന് രാവിലെ മുതലാണ് കപ്പലിനകത്ത് നിന്ന് തീ വീണ്ടും ഉയർന്നത്. 2500 ടണ്ണിലധികം എണ്ണയാണ് കപ്പലിൽ ഉള്ളത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഡാനി, എന്താണ് സാഹചര്യം ഇപ്പോൾ? ആര്യ, ഇതിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ അകത്തെ തീ, കപ്പലിനകത്തെ വാൻഹായ് കപ്പലിനകത്തെ തീ പൂർണ്ണമായും കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് വിജയിക്കും, പിന്നീട് അത് പരാജയപ്പെടും. കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളറകളിൽ ഇപ്പോഴും അത് തീ പുകയുന്നു എന്നതാണ്. അത് പൂർണ്ണമായും കെടുത്തണമെങ്കിൽ അതിനകത്തേക്ക് വെള്ളമോ മറ്റോ രാസവസ്തുക്കൾ കലർത്തി അത് കെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകണം. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ നിരന്തരമായ വലിയ ശ്രമങ്ങൾ അവിടെ നടന്നു. അവിടെ ഇതിനകത്തേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കേഡറ്റുകൾ ഇറങ്ങി അതിനുശേഷം അതിനെ ടഗുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ വലിയ ശ്രമങ്ങൾ നടന്നു. ഏതായാലും ഇന്ത്യൻ തീര മേഖലയിൽ നിന്ന് അത് പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ്. അവിടെ ഇപ്പോൾ അത് ശ്രീലങ്കയ്ക്ക് അടുത്ത ഹമ്പൻതോട്ട തുറമുഖം, ഇവിടേക്കാണ് ഈ കപ്പൽ, വാൻഹായ് കപ്പലിൻ്റെ കമ്പനി കൂടുതൽ കരാറുകളുള്ളത്. അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്നതെല്ലാം തന്നെ ഈ ഹമ്പൻതോട്ട തുറമുഖമാണ്. പക്ഷേ അവിടെയും അവർക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അവിടേക്ക് ടഗ് ചെയ്യാൻ, ആ മേഖലയിലേക്ക് ടഗ് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹ്റിൻ മേഖല, ശ്രീലങ്ക മുഴുവനായിട്ട് തന്നെയും അവർ ആ മേഖലയിൽ അവിടേക്ക് കൊണ്ടുവരരുത് എന്ന് തന്നെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഇപ്പോഴും അത് ആ പുറം കടലിൽ തന്നെ തുടരുന്ന അവസ്ഥയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കപ്പലിൽ രാസവസ്തുക്കളുണ്ട് എന്നത് അവർ സ്ഥിരീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അമോണിയം നൈട്രേറ്റ്, അത് പൊട്ടിത്തെറിക്ക് കാരണമാകുന്ന അമോണിയം നൈട്രേറ്റ് വലിയ അളവിൽ ഈ കപ്പലിലുണ്ട് എന്ന സംശയവും അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾ പോലും അതിൻ്റെ റൂട്ടുകൾ മാറ്റിയാണ് അവർ ഇത് പോകുന്നത്. കാരണം പൊട്ടിത്തെറിക്ക് ഏത് സമയവും സാധ്യതയുണ്ട് എന്ന് തന്നെ. അതോടൊപ്പം തന്നെ ഈ കപ്പലിലുള്ള 280ഓളം കണ്ടെയ്നറുകളിൽ അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാനായിട്ട് ഇതുവരെയും കമ്പനി തയ്യാറായിട്ടില്ല എന്നതാണ് അതിൻ്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ, രാസവസ്തുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാമാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ 280 കണ്ടെയ്നറുകളിൽ എന്താണെന്ന് പോലും വ്യക്തമാക്കാൻ തയ്യാറാകാത്ത ഒരു നിലപാടാണ് വാൻഹായ് ഷിപ്പിംഗ് കമ്പനി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഒരു വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നതെല്ലാം തന്നെ പറയുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏറെ പരിശ്രമിച്ചത് ഇന്ത്യൻ തീരത്ത് നിന്ന് വളരെയധികം നീക്കി ശ്രീലങ്കൻ തുറമുഖത്തിന് അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും ആശ്വാസം ഇന്ത്യൻ തീരത്ത് നിന്ന് മാറി എന്നുള്ളതെല്ലാം തന്നെ ഒരു ആശ്വാസം നിൽക്കുന്നു. പക്ഷേ പാരിസ്ഥിതിക ആഘാതം അത് എവിടെയായാലും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നത് തന്നെയാണ്. അത് സംബന്ധിയായ കാര്യങ്ങളിലാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. എങ്കിലും തീ കെടുത്തുവാനുള്ള പരിപൂർണമായും കെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കൊച്ചി പുറം കടലിൽ കത്തിയ വാൻഹായ് കപ്പലിൽ ഇപ്പോഴും പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു, തീ ആളിക്കത്തുന്നു എന്ന സാഹചര്യം തന്നെയാണ്. അത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. എന്തായാലും കേരള തീരത്തിന് സമീപത്ത് നിന്ന് ഇതിനെ കൊണ്ടുപോയി കപ്പലിനെ മാറ്റിയെങ്കിൽ പോലും ഈ നിരന്തരം ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം, തീ ആളിക്കത്തുന്ന സാഹചര്യമൊക്കെ ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും. മത്സ്യസമ്പത്തിനെയൊക്കെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛനും അമ്മയും ചേർന്ന് മകളെ കൊലപ്പെടുത്തിയ വാർത്ത ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. ആ കൊലപാതകത്തിൽ, ഏഞ്ചലിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയേറുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറെ നിർണായകമായ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയ ഒരു വാക്യമാണ് സംശയം ബലപ്പെടുത്തുന്നത്. പരമ്പരാഗത ദൈവവിശ്വാസത്തിന് എതിരായ സാത്താൻ സേവ പോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ പിന്തുടർന്ന ആളായിരുന്നോ ഏഞ്ചൽ എന്നും പരിശോധിക്കുന്നുണ്ട്. വീട്ടുകാരെ ആക്രമിച്ച ശേഷം ബൈബിൾ വലിച്ചെറിയാൻ എടുത്തപ്പോഴാണ് ഏഞ്ചലിനെ കൊലപ്പെടുത്തിയതെന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴി.
മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ, ജനന മരണങ്ങളിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം, ആത്യന്തിക മുക്തി. പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത്. എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത്? ഏതുതരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം? സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാവിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകമെന്നതാണ് സംശയം. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കിയ ശേഷം അത് ഉപേക്ഷിച്ചതും മതഗ്രന്ഥം വലിച്ചെറിഞ്ഞതും മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നതിനെ എതിർത്തതുമെല്ലാം സംശയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. രാത്രിയാത്രയ്ക്കപ്പുറം കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടാവാമെന്ന നിഗമനമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതാണ് കാരണമെന്ന് ഉറപ്പിക്കാനുള്ള മറ്റു തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൂടുതലായി ലഭ്യമായിട്ടുമില്ല. വിശ്വാസ സംബന്ധമായി യാഥാസ്ഥിതിക കുടുംബമായിരുന്നു ജോസ്മോന്റെയും ജെസ്സിയുടെയും. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മാതാപിതാക്കൾക്കും മകൾക്കുമിടയിൽ അകലമുണ്ടാക്കി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ കൊലപാതക ദിവസവും രാത്രി പുറത്തുപോയി. 11 മണിയോടെ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് വൈകിയതിനെ ചോദ്യം ചെയ്തു. അടുത്തിരുന്ന വെള്ളവും കുപ്പിയും എടുത്ത് പിതാവിനെ എറിഞ്ഞു. ജോസ്മോൻ രോഷകുലനായി കയറി പിടിച്ചപ്പോൾ അമ്മയെയും മുത്തശ്ശനെയും ആഞ്ഞു ചവിട്ടി. ബൈബിൾ വലിച്ചെറിയാനായി എടുത്തതോടെ ജോസ്മോൻ കഴുത്തിൽ പിടിമുറുക്കി. അമ്മ പിന്നിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ ബലമായി പിടിച്ചു. ബോധരഹിതയായി വീണ അവളെ ജോസ്മോൻ വീണ്ടും തോർത്തുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് മരണമുറപ്പാക്കി. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീ പഠനം പൂർത്തിയാക്കി തിരുവസ്ത്രം അണിഞ്ഞെത്തിയ ഏഞ്ചലിനെ കണ്ട ഓർമ്മ അയൽവാസിയായ സ്ത്രീ പങ്കുവച്ചിരുന്നു. ഏഞ്ചലിന് സ്തുതി നൽകിയപ്പോൾ തങ്ങളെ ഒന്ന് നോക്കിയത് പോലുമില്ല. മുഖം ദേഷ്യഭാവത്തിലായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ചതായാണ് അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഏഞ്ചലിന്റെ സ്വഭാവം മാറുമായിരുന്നുവെന്ന് ഭർത്താവും മൊഴി നൽകിയിട്ടുണ്ട്. വളരെയധികം ദേഷ്യം എല്ലാവരോടും വെച്ചു പുലർത്തി. കുടുംബാംഗങ്ങളോടൊഴികെ നാട്ടുകാരോട് വളരെ സൗമ്യമായ ഇടപെടൽ. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഏഞ്ചൽ രാത്രി 11 വരെ പിന്നീട് എവിടെയായിരുന്നു? ഒറ്റക്കുള്ള സഞ്ചാരങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളുമൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുന്നു. താമസിച്ചു വന്നതുകൊണ്ട് മാത്രം മകളെ കൊലപ്പെടുത്തുമോ? മകൾ മരിച്ചാൽ മതിയെന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഒരുപോലെ ആഗ്രഹിക്കുമോ? അതിനുള്ള ഉത്തരം ഒളിഞ്ഞുകിടക്കുന്നത് രാത്രികാലങ്ങളിൽ ഏഞ്ചൽ സഞ്ചരിച്ച ആ വഴികളിൽ എവിടെയോ ആണ്. ഒപ്പം ചുവരിൽ എഴുതിയിരിക്കുന്ന ഈ വാചകങ്ങളിലും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ തന്നെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, വൈകി വന്നതിന്റെ പേരിൽ മാത്രം സ്വന്തം മകളെ അച്ഛനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തുമോ എന്നുള്ളത് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതലുള്ള നമ്മുടെ എല്ലാം സംശയമാണ്. അതിനപ്പുറം മറ്റ് പല കാരണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്ന തെളിവുകളും അച്ഛനും അമ്മയും നൽകുന്ന മൊഴിയും, അല്ലേ? ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയായ ഏഞ്ചലിന്റെ മരണം, 28-കാരിയ ഏഞ്ചലിനെ മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വിവരം. അതിൽ തന്നെ ആ മരണത്തിന് കാരണം എന്നുള്ള രീതിയിൽ പുറത്തു വന്നത് ഏഞ്ചൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ പുറത്തു പോകുന്നു, വൈകി വരുന്നത് തന്നെ പ്രകോപിപ്പിച്ചു എന്നും ഈ സംഭവങ്ങളെ തുടർന്നുണ്ടായ വീട്ടിലുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതുമാണ് പിതാവായ ജോസ്മോൻ പോലീസിന്, മണ്ണഞ്ചേരി പോലീസിന് മൊഴി നൽകിയത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില കാരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു വൈകി വന്നതുകൊണ്ട് മാത്രം മകളെ കൊല ചെയ്യാനായ ഒരു രക്ഷകർത്താക്കൾ തയ്യാറാകുമെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങളിൽ നിന്നും മാറി ഇതിനകത്ത് ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനും നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കേസിൽ പല ഘട്ടത്തിലും മാതാപിതാക്കൾ മൊഴി നൽകിയിട്ടുള്ളത് ഏഞ്ചൽ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് പോവുകയും വൈകി വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം
ദിവസം എവിടെയാണ് ഈ രാത്രി കാലങ്ങളിൽ ഏഞ്ചൽ പോകുന്നതെന്നും തിരികെ വരുന്നതും എന്നതിനെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ ഇനിയും വ്യക്തത വരുത്താനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കൊല്ലപ്പെട്ട ദിവസം ചൊവ്വാഴ്ച രാത്രിയും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഏഞ്ചൽ പുറത്തേക്ക് പോയിട്ടുണ്ട്. പിന്നീട് 11 മണിയോടുകൂടിയാണ് മടങ്ങി വന്നത് എന്നുള്ളതും വീട്ടുകാര് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഞ്ചൽ 11 മണിയോടടുത്ത് വീട്ടിലേക്ക് മടങ്ങി വന്ന ഏഞ്ചൽ വൈകി വന്നതിനെ സംബന്ധിച്ച് പിതാവ് ജോസ്മോനുമായി തർക്കമുണ്ടാകുന്നു. ഒപ്പം തന്നെ ആ തർക്കത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറിയ ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളം നിറച്ചു വെച്ചിരുന്ന ഒരു കുപ്പി എടുത്ത് പിതാവിനെ എറിഞ്ഞു. അതിനുശേഷം ഈ വീട്ടുകാരുമായി വളരെ ദേഷ്യത്തോടു കൂടി ഇടപെട്ട് അവിടെ ഉണ്ടായിരുന്ന ആ വീടിന്റെ മുൻഭാഗത്തെ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്ന ബൈബിൾ എടുത്ത് വലിച്ചെറിയാനായി ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ബൈബിൾ എടുത്ത് വലിച്ചെറിയാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് ഈ ജോസ്മോൻ കയറി ഇവരെ പിടിക്കുകയും ഏഞ്ചലിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും ഒപ്പം തന്നെ വളരെ വയലന്റായി ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്ന അമ്മയെയും ഒപ്പം തന്നെ അപ്പൂപ്പനെയും അടക്കമുള്ള ആളുകളെ ചവിട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് ഈ ബൈബിൾ എടുത്തെറിയുന്ന ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും ചേർന്ന് മാതാവും പിതാവും ചേർന്ന് ഏഞ്ചലിനെ പിടിച്ചു. മാതാവ് കൈ പിന്നിൽ നിന്ന് പിടിച്ചു നൽകുകയും പിതാവ് കഴുത്ത് ഞെരിക്കുകയുമായിരുന്നു. ബോധരഹിതയായി വീണ ഏഞ്ചലിനെ പിന്നീട് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് വീണ്ടും ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ജോസ്മോൻ നൽകിയ മൊഴി. അതിൽ തന്നെ ഈ കേസിൽ കുറേ ദുരൂഹതകളുണ്ട്. അതായത് ഏഞ്ചല് ജോസ്മോൻ നമ്മൾ ആ പരിസരത്തും ഒപ്പം തന്നെ അന്വേഷണ സംഘം നൽകുന്ന വിവരവും പ്രകാരം ജോസ്മോനും ജെസ്സിയും കടുത്ത മതവിശ്വാസികളായ ആളുകളായിരുന്നു. ഇവര് ആരാധനാലയങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്ന ആളുകളും ദിവസേന അത്തരത്തിൽ പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഏഞ്ചലിന്റെ സ്വഭാവത്തിൽ വലിയ ദുരൂഹതകളുണ്ട്. പുറമേ നിന്നുള്ള ആളുകൾക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പുറമേയുള്ളവരോടെല്ലാം വളരെ സൗമ്യമായാണ് പെരുമാറുന്നത്. പക്ഷെ ഏഞ്ചൽ മറ്റൊരു സ്വഭാവം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദേഷ്യം കലർന്നതും വൈരാഗ്യ ബുദ്ധിയോടും കൂടി ഇടപെടുന്ന ഒരു സ്വഭാവം ഏഞ്ചലിനുണ്ട് എന്നുള്ളത് ഏഞ്ചലിന്റെ ഭർത്ത വീട്ടുകാരും ഒപ്പം തന്നെ ഈ മാതാപിതാക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏഞ്ചലിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതിയിരുന്ന വാചകമാണ്. അത് മോക്ഷ, ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ എന്നാണ് ഏഞ്ചൽ അവളുടെ വീടിന്റെ ഭിത്തിയിൽ കുറിച്ചിരുന്നത്. അതായത് ഒരു മുക്തി, സാധാരണ ഏഞ്ചൽ പിന്തുടരുന്ന എന്ന് നമ്മളെല്ലാം വിചാരിക്കുന്ന മതവിശ്വാസങ്ങളിൽ നിന്നും ഒക്കെ മാറി മറ്റേതെങ്കിലും ഒരു വിശ്വാസം, പൊതുധാരയിൽ ഇല്ലാത്ത മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് ഏഞ്ചൽ കടന്നിരുന്നോ അതിന്റെ ഒരു പ്രതിഫലനമാണോ വീട്ടിൽ ഈ മാതാപിതാക്കളോട് സ്വന്തം മതവിശ്വാസത്തിനെതിരെ ഉണ്ടായിരുന്ന എതിർപ്പും ഒപ്പം തന്നെ ഈ ബൈബിൾ അടക്കം വലിച്ചെറിയുന്ന സാഹചര്യത്തിലേക്ക്, അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അവര് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഏഞ്ചൽ കൊല്ലപ്പെടുന്ന അന്ന് രാത്രിയും എവിടെയാണ് പോയിരുന്നത് എന്നതടക്കമുള്ള ഒരു പരിശോധനകളിലേക്ക് അവർ പോകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അയൽവാസിയായ ആളുകൾ വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതായത് തിരുവസ്ത്രം അണിഞ്ഞ് എത്തിയ കന്യാസ്ത്രീയായി വീട്ടിലേക്ക് എത്തിയ ഏഞ്ചലിന് സ്തുതി നൽകുന്നതിന് വേണ്ടി തങ്ങൾ അവിടേക്ക് ചെന്നപ്പോൾ തങ്ങൾ സ്തുതി പറഞ്ഞപ്പോൾ ഏഞ്ചൽ അവരെ നോക്കിയത് പോലുമില്ല, മറിച്ച് വളരെ ദേഷ്യഭാവത്തോടു കൂടി നടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അറിഞ്ഞത് ഈ തിരുവസ്ത്രം ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് എന്നാണ്. ഈ ഭർത്താവ് നൽകിയിട്ടുള്ള മൊഴികളുമൊക്കെ അത്തരത്തിൽ പുറമേ കാണുന്ന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ കാണുന്ന ഒരാൾ അല്ല ഏഞ്ചൽ എന്നുള്ള അത് പോലീസിനെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണമായൊരു കാര്യം ചൂണ്ടിക്കാണിച്ചത്, ഇവർ ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ഘട്ടത്തിൽ ഏഞ്ചൽ കാറിന്റെ ഡോർ തുറന്നപ്പോൾ മറ്റൊരാളുടെ ശരീരത്തിൽ കൊള്ളുന്ന ഒരു രീതിയിലേക്ക് അത് വന്നു. അപ്പോൾ ഭർത്താവ് പറയുന്നത്, ഏഞ്ചലിനോട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പെട്ടെന്ന് പ്രകോപിതയാകും, അതിനു ശേഷം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അപ്രതീക്ഷിതമായ പ്രതികരണങ്ങളാവും ഏഞ്ചലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ, അങ്ങനെ തുറന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും,
എന്നുള്ള മറുപടി. അതിനെന്താ, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, അതിന് തനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ ഒരു മറുപടി നൽകി എന്നുള്ളതാണ്. അതായത് വളരെ അപ്രതീക്ഷിതമായ പെരുമാറ്റങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. വളരെ ദുരൂഹമായിരുന്നു. രക്ഷകർത്താക്കൾക്കും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അറിയാത്ത രീതിയിലുള്ള അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, പ്രതികരണങ്ങൾ ഈ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും പോലീസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു നിർണായക മൊഴി 15 വർഷം ഈ ജോസ്മോൻ തന്നെയാണ് മണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി SIയോട് താൻ ഏഞ്ചലിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം വ്യക്തമാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് 15 വർഷക്കാലമായി തങ്ങൾ സഹിക്കുകയാണ് എന്നുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കേസിൽ അറസ്റ്റ് ആയിട്ടുള്ള അലോഷി ഉൾപ്പെടെയുള്ള ആൾക്കാരും, അതായത് ഈ ഏഞ്ചലിന്റെ മാതാവായ ജെസിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഈ വീട്ടിൽ നിരന്തരം ആരും പുറത്തറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ നമ്മൾ പരിസരവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഈ ജോസ്മോന് വലിയ പിന്തുണയാണ് നൽകുന്നതെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തി. അതായത് മറ്റൊരു പ്രശ്നങ്ങൾക്കോ ഒന്നിനും പോകാത്ത ഒരാൾ, വളരെ സൗമ്യമായ ഒരു വ്യക്തിത്വം, അദ്ദേഹം എങ്ങനെ സ്വന്തം മകളെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് വളരെ അത്ഭുതത്തോടെയാണ് ഓമനപ്പുഴ അടക്കമുള്ള ആ പരിസരവാസികളായ ആളുകൾ പങ്കുവച്ചത്. അവർക്ക് അത്ഭുതമായിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തെ സംബന്ധിച്ച്. പക്ഷേ കടുത്ത വിശ്വാസത്തിന്, അതായത് തങ്ങളുടെ ആരാധന സംബന്ധിച്ച് വളരെയധികം വിശ്വാസികളായിരുന്ന ജോസ്മോനെയും ജെസിയെയും ഈ ഏഞ്ചലിന്റെ ഇടപെടലുകൾ വലിയ തോതിൽ അലട്ടിയിരുന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പുറമെ ഏഞ്ചൽ ഇതൊന്നും പ്രകടിപ്പിക്കില്ല, പക്ഷേ ഏഞ്ചൽ ഇത്തരത്തിൽ ഒരു മാറ്റം പ്രകടിപ്പിക്കുന്നത് സ്വന്തം വീട്ടിനുള്ളിലാണ്. അത്തരം ഒരു മാറ്റം വലിയ തോതിൽ അവരെ എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ ആകെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഒരു യാഥാസ്ഥിതിക വിശ്വാസികളായ ആ കുടുംബത്തെ വളരെ അസ്വസ്ഥമാക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ ദൈനംദിനം അവിടെ നടന്നിരുന്നു എന്നുള്ള വിവരമാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണം എടുത്ത് തട്ടിത്തെറിപ്പിച്ചെറിയുക, അത്തരത്തിൽ വളരെ പ്രകോപനകരമായ രീതിയിലുള്ള ഇടപെടൽ ഏഞ്ചലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ വീട്ടിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ, ഇപ്പോൾ മോക്ഷ എന്നുള്ള ആ വാക്കുകളും ഒപ്പം തന്നെ ഫ്രീഡം ഫ്രം ബർത്ത് ആൻഡ് ഡെത്ത്, സാൽവേഷൻ എന്ന ആ വരികളും ഒക്കെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. കൊല്ലപ്പെടുന്ന ദിവസം രാത്രി ഏഞ്ചൽ എവിടെയായിരുന്നു എന്നുള്ളതും അന്വേഷണ സംഘം വിശദീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉള്ള ചില സംഭവങ്ങൾ, ദുരൂഹതകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ സാത്താൻ സേവ പോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു ദുരാചാരങ്ങളുടെ ഭാഗമായി അത് ഏഞ്ചൽ ഫോളോ ചെയ്തിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതാണോ ഈ സ്വന്തം മതവിശ്വാസങ്ങളോടുള്ള വിയോജിപ്പ് വീടിനുള്ളിൽ അതിശക്തമായി പ്രകടിപ്പിച്ചത് എന്നുള്ളതും അത് ജോസ്മോനും ജെസിക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും പരിശോധിക്കേണ്ടതാണ്. ഈ വീടിന്റെ ചുവരിൽ എഴുതിയിരിക്കുന്ന എഴുത്തുകളും ഈ പറഞ്ഞിട്ടുള്ള മൊഴികളും ഒക്കെ വെച്ച് ഇനിയും, അതായത് അത്തരമൊരു മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഏഞ്ചൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങളുമായി പങ്കുചേർന്നത്. ആലപ്പുഴ ഓമനപ്പുഴയിൽ നടന്ന കൊലപാതകത്തിൽ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവിലേക്ക് ഈ കേസ് എത്തി നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. ചില ദുരാചാരങ്ങൾ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഏഞ്ചൽ. അതാണ് മാതാപിതാക്കളെ ഇത്തരത്തിൽ സ്വന്തം മകളെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. അന്വേഷണം എന്തായാലും ആ വഴി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനം വീണ്ടും നിപ്പ ഭീതിയിലാണ്. മലപ്പുറം ജില്ലയിൽ 20 വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ 20 വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത്. മലപ്പുറം മങ്കടയിൽ മരിച്ച 18-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ രോഗികളുടെ റൂട്ട് മാപ്പ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേരാണ് ഉള്ളത്.
മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് പട്ടികയിൽ ഉള്ളത്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയിലാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാനമുള്ളത്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്? ഈ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ തിരിച്ചിട്ടുണ്ട്, സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെയൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഈ 3 ജില്ലകളിലായിട്ടാണ് നിപ്പയുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇത് ആരോഗ്യ പ്രവർത്തകരാണ് അവിടെ കൂടുതലായിട്ടും ഈ ഒരു നിപ്പ ജാഗ്രതയുടെ ഭാഗമായിട്ട് ഐസൊലേഷനിൽ പോയിരിക്കുന്നത്. പക്ഷെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിപ്പ സ്ഥിരീകരിച്ച രോഗികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ 3 പഞ്ചായത്തുകളിലെ 20 വാർഡുകളിലാണ് ഈ ഒരു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് എത്ര പേർ ഈ ഒരു രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലായിട്ടുണ്ട് എന്ന കാര്യങ്ങളിലടക്കമുള്ള ഒരു വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് മരിച്ച 18-കാരിയുടെ റൂട്ട് മാപ്പും ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഈ കുട്ടി 23-ാം തീയതിയാണ് ഈ കുട്ടിക്ക് ആദ്യം അസുഖം, പനി, തലവേദനയൊക്കെ കാണുന്നത്. തുടർന്ന് 24-ാം തീയതി വീട്ടിൽ പനിക്ക് സ്വയം ചികിത്സ നൽകുന്നു. 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ പോകുന്നത്. അത് മക്കരപ്പറമ്പിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. 26-ാം തീയതി ആ കുട്ടിയെ മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് അന്ന് തന്നെ കോട്ടക്കിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 26-ാം തീയതി മിംസിൽ അഡ്മിറ്റായ ഈ കുട്ടിയെ 28-ാം തീയതിയാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ ഓരോ ദിവസത്തെ റൂട്ട് മാപ്പ് അടക്കമാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. 21-ാം തീയതിയാണ് കുട്ടി മരിക്കുന്നത്. 2-ാം തീയതിയാണ് ഈ കുട്ടിയുടെ സംസ്കാരം ഉണ്ട്. അതിനുശേഷമാണ് ഈ കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചുള്ള വിവരം തന്നെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരടക്കം ഒരു ജാഗ്രതയുടെ ഭാഗമായി ക്വാറന്റൈനിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയും അധികം സ്ഥലങ്ങളിലും ഇത്രയും അധികം ആളുകളിലും ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പാലക്കാട് ജില്ലയിലെ നാട്ടുകല്ലിലാണ് ഈ യുവതിയുടെ സ്വദേശം. ഈ നാട്ടുകല്ലിലെ തച്ചനാട്ടുകര മേഖലയിലെ ആളുകൾ തന്നെ ഈ ആരോഗ്യവകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ വവ്വാലുകൾ ഈ യുവതിയുടെ വീടിന് പരിസരത്ത് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടും അത് ആരോഗ്യവകുപ്പ് ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. ഇന്നിനി കൂടുതൽ നിർദ്ദേശങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മങ്കടയിലെ യുവതിയുടെ സമ്പർക്ക പട്ടിക കുറെ കൂടി വ്യക്തമായിട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാണെങ്കിലും അതീവ ജാഗ്രതയിലാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ ഒരു പ്രദേശം മുഴുവനായിട്ടും. അതോടൊപ്പം ഈ യുവതിയുമായി ഇവർക്ക് ചികിത്സ നൽകിയത് കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധരും ഇതിനോടൊപ്പം തന്നെ ക്വാറന്റൈനിലാണുള്ളത്. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തിരിച്ചു. മയോ ക്ലിനിക്കിലെ ചികിത്സ 10 ദിവസം തുടരും. ഭാര്യ കമലയും ഒപ്പമുണ്ട്. പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ. പുലർച്ചെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയ്ക്കൊപ്പം അമേരിക്കയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി തിരിച്ചിരിക്കുന്നത്. അദ്ദേഹം ദുബായിലെത്തിയ ശേഷം അവിടെ നിന്നായിരിക്കും അമേരിക്കയിലേക്ക് പോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് ചുമതലകൾ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ തൽക്കാലത്തേക്ക് ആർക്കും കൈമാറിയിട്ടില്ല. കാരണം മന്ത്രിസഭായോഗം അടക്കം തീരുമാനങ്ങൾ എടുക്കേണ്ടതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഓൺലൈനായി മീറ്റിംഗുകൾ ചേർന്നതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക എന്നൊരു പതിവ് രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തുടരുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചുമതല മറ്റാർക്കും കൈമാറാത്തത്. ഒരാഴ്ചത്തേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ സൂചനകൾ. എന്തായാലും അദ്ദേഹം മയോ ക്ലിനിക്കിൽ അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. ഓക്കെ ഡാൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഡയാലിസിസ് തുടരുകയാണ്. VSന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുവെന്നാണ് മകൻ VA അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഡാൻ, ഇതിപ്പോൾ VSന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള ഒരു ആശ്വാസ വാർത്ത പങ്കുവെക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ മകൻ, അല്ലേ?
ആര്യ, അദ്ദേഹത്തിന് സ്വയമായി ശ്വസിക്കാൻ കഴിയുന്നു. അതായത് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് എയ്ഡ് കുറച്ച് വരുമ്പോഴും അദ്ദേഹത്തിന് സ്വയം ശ്വാസമെടുക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ ലെവൽ അടക്കം, അതാണ് ഈ ഡയാലിസിസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പ്രതിസന്ധിയായി മാറിയ ഈ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഈ അനൌദ്യോഗികമായി നമുക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അവസാനമായി ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിലും അദ്ദേഹം ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം വെന്റിലേറ്ററിൽ തന്നെയാണ് തുടരുന്നത് എന്നും ഇതേ മെഡിക്കൽ ബുള്ളറ്റിനിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാർ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് വലിയ തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം ഒരു നോർമൽ അവസ്ഥയിലേക്ക് ആരോഗ്യം ഭേദപ്പെട്ടു വരികയാണ് എന്ന സൂചന നൽകിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അരുൺകുമാർ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ പ്രതീക്ഷയോടെ തിരികെ വരും, വീട്ടിലേക്ക് കൊണ്ടുപോകാനാകും പിതാവിനെ എന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ചികിത്സ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് സർക്കാർ രൂപീകരിച്ചിരുന്നു. അവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പട്ടത്ത് ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദന്റെ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.